सबको मेरा नमस्कार. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മനീഷ കുൽശ്രേഷ്ഠ എഴുതിയിട്ടുള്ള ബിഗഡേൽ ബച്ചെ എന്നുള്ള കഹാനിയാണ്. അപ്പോൾ അതിൽ ലേഖികയും അതുപോലെ തന്നെ മറ്റ് 3 കുട്ടികളായിട്ടുള്ള യാത്രക്കാരും ഒരു ഡോക്ടറും അവരുടെ വൈഫായിട്ടുള്ള ടീച്ചറും എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേഖികയ്ക്ക് ആ 3 കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് പറയാണ്. ബാക്കിയുള്ള പാർട്ടുകൾ കാണാത്തവർ, മുന്നത്തെ പാർട്ടുകൾ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പം നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലാവും. അപ്പോൾ ഈ അവിടെയുള്ള ചെറിയ കുട്ടിയും ഈ ലേഖികയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ലേഖിക ചായ കുടിക്കുകയാണ്, ഈ ചെറിയ കുട്ടി അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. चुटके ने उत्साह से कहा कि कोई स्टेशन आ रहा है. इक्का दुक्का नजर आने लगे थे. कुछ कारखाने और ट्रेन की पटरी का एक और झोटा हमारी ट्रेन के साथ दौड़ने लगा था. मैंने मन ही मन कहा, अलवर हाय, जल्दी में मिठाई लेना भूल गई थी दिल्ली से. खम्भक्त निशी ने भी तो अचानक फ़ोन किया था कि मम्मी मुझे सास ने कह दिया है जा हो या मायके तुम कल ही भैया को भेज दो. അപ്പം ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടി ഭയങ്കര ഉത്സാഹത്തോടെ ഇങ്ങനെ പറയാണ്, അതൊരു സ്റ്റേഷനിലെത്തി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഫാക്ടറികളും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ വേറെ ബോഗികളൊക്കെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്നാണ് ഇവർക്ക് സീറ്റ്സിൻ്റെ കടയൊക്കെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്, അയ്യോ കുട്ടികൾക്കൊന്നും ദില്ലിയിൽ നിന്ന് വാങ്ങിച്ചില്ലല്ലോ, ട്രെയിനിൽ കയറുമ്പോൾ സീറ്റ്സ് ഒന്നും വാങ്ങിച്ചില്ലല്ലോ എന്ന് നമ്മുടെ ലേഖിക ഓർക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് നിഷീൻ്റെ കോള് വന്നത്, അമ്മ എന്നെ വിളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ധൃതിക്കൊന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അമ്മേനെ അല്ല, ആക്ച്വലി ബ്രദറിനെ അയക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഭയ്യ കൈസെ ആയേങ്ക നിഷി, ഉസ്കെ എക്സാം ഹേ. അപ്പോൾ ഏട്ടന് പോകാൻ പറ്റൂല, കാരണം ഏട്ടന് എക്സാം ആണ് എന്ന് അമ്മ പറയാണ്. തോ മാ ബേചാരി റുവാൻസി ഹോ ഗയി തി. അപ്പോൾ അമ്മ എന്നെ ഇപ്പോഴും കൂട്ടാൻ വരൂലേ എന്ന രീതിയിൽ അവൾ കരഞ്ഞ പോലെ പറയാണ്. അപ്പോൾ എന്ത് ചെയ്യും അമ്മേ എന്ന് ചോദിക്കുകയാണ്. तुम खुद चली आना, जयपुर से तो कई सीधी रेल है दिल्ली की, करा ले रिजर्वेशन. അപ്പോൾ അമ്മ പറയാണ്, അല്ലെങ്കിൽ ഈ ലേഖിക പറയാണ്, നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വാ, ജയ്പൂരിൽ നിന്ന് ഒരുപാട് ഡയറക്റ്റ് ട്രെയിനുകൾ ദില്ലിക്ക് ഉണ്ടല്ലോ, അതിൽ കയറി വാ, റിസർവേഷൻ ചെയ്തിട്ട് വാ എന്ന് പറയാണ്. मम्मी तुम तो जानती हो, 2 छोटी बच्चियों के साथ ये अकेले नहीं भेजेंगे मुझे, इन्हें फुर्सत नहीं, फिर बताओ ना मैं भी कैसे आ जाऊँ, कितनी दिक्कत होगी, दोनों तो गोती चढ़ती है. हाय मम्मी, कितनी मुश्किल से सास का मुँह सीधा हुआ है मेरे मायके जाने के नाम पर. അപ്പം പറയാണ്, അമ്മയ്ക്ക് അറിയില്ലേ, 2 കുട്ടികളല്ലേ, ഞാൻ ഈ 2 കുട്ടികളെയും കൊണ്ട് എങ്ങനെയാണ് വരിക, ഇവിടെ നിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് അയക്കില്ല, ഞാൻ എത്രയോ ഈ മടിയിൽ വയ്ക്കുന്ന കുട്ടികളെയും കൂട്ടിയിട്ട് എങ്ങനെയാണ് എന്നെ ഒറ്റയ്ക്ക് അയക്കുക, പിന്നെ ഞാൻ എത്ര വട്ടം ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇവരെന്നെ അമ്മ വീട്ടിലേക്ക് വരാൻ സമ്മതിച്ചതെന്നറിയോ, പക്ഷെ ഇനിയിപ്പോൾ അത് വരാതിരുന്നാൽ പിന്നെ ഇനി വരാൻ എന്നെ സമ്മതിക്കില്ല എന്ന് പറയാണ്. അച്ഛാ മേഹി കൽ ഹി ചൽ ദോനാമ്മ, കിത്തന തരസ് രഹി ഹൂ മേ. ശരി ഞാൻ എന്ന് അമ്മ പറയുമ്പോഴത്തേനും അവൾ പറയാണ്, നിഷി പറയാണ്, നാളെ തന്നെ വന്നേക്കും അമ്മേ, ഞാൻ എത്ര ഇവിടെ കിടന്നിട്ട് പാടുപെടുന്നുണ്ട്. അപ്പോൾ ദേഖ്തി ഹൂം, നോക്കാം, വരാം എന്ന് പറയാണ്. ബസ് ഫിർ സുബഹ ട്രെയിൻ മേ ബൈഠത്തി ഹി മിഠായി ലേത്തി, अलवर से ही 2 किलो मिल्क केक ले चलती हूँ. वहाँ जयपुर में तो स्टेशन पर दामाद लेने आएंगे, उनके सामने मिठाई लेती भला अच्छी लगूंगी. मैंने अलवार आता देख बस संभाला, छुटके से कहा कि सामान का ख्याल रखे. डॉक्टर दंपति ऊपर की खाली परतों पर जाकर लेट गए थे. लड़की कुनमुना कर लड़के से अलग हो उठकर गड्डी हो गई थी. उड़ते ही चॉकलेट निकाल कर खाने लगी. അങ്ങനെ വന്നു. രാവിലെ കയറുമ്പോൾ മിഠായി ഒന്നും വാങ്ങിച്ചില്ല, മിഠായി ബസ് ഫിർ സുബഹ ട്രെയിൻ മേ ബൈഠത്തി ഹി മിഠായി ലേത്തി. മിഠായി മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കി സ്വീറ്റ്സുകളും അതുപോലെ 2 കിലോ മിൽക്ക് കേക്കും ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ജയ്പൂരിൽ എത്തിയാൽ ദാമാതാവ് മരുമകൻ കൂട്ടാൻ വരും
അപ്പോൾ കൂട്ടാൻ വരുമ്പോൾ അവൻ്റെ മുന്നിൽ നിന്ന് ഈ സ്വീറ്റ്സ് കുട്ടികൾക്ക് വാങ്ങുന്നത് നല്ലതല്ല. അപ്പോൾ ഇവിടെ നിന്ന് അത് കുറച്ച് മോശപ്പെട്ട പരിപാടിയല്ലേ. അപ്പോൾ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് എണീറ്റു. എന്നിട്ട് ചെറിയ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർ ദമ്പതികൾ മുകളിലുള്ള ബർത്തിൽ, ഖാലിയായി കിടക്കുന്ന ബർത്തിൽ കിടന്നുറങ്ങുകയാണ്. പെൺകുട്ടി ഓൾറെഡി ഈ വലിയ ആൺകുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ट्रेन रुक गई थी, टिप्पा सच में बहुत पीछे था, मिल्के की दुकान दूर थी, സ്റ്റേഷൻ പെർ കാഫി ഭീഡ് തീ. അതായത് മിൽക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ലേഡി ഇറങ്ങുന്നത്, ബാഗൊക്കെ ചെറിയ കുട്ടീൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ട്. ആക്ച്വലി ഇവരുടെ ബോഗി ഭയങ്കര പുറകെയാണ്, കട കുറച്ചും കൂടെ ദൂരെയാണ്. അപ്പോൾ അത് അവിടെ സ്റ്റേഷനിലാണെങ്കിൽ ഒരുപാട് തിരക്കുണ്ട്. സാരി ഭീഡ് പിങ്ക് സിറ്റി മേ ഹി समाएंगी क्या, ये सोच में जल्दी जल्दी ट्रेन से उतरी और लोगों से टकराते हुए बड़े बड़े ठक भरते हुए दुकान पर हाँगती हुई पहुंची. दो डिब्बे मिठाई और पर्स संभालती हुए मैं अपने गंतव्य से आधी दूर पर ही थी. ट्रेन ने सीटी देती, मेरे तो हाव भाव फूल गए. भीड़ को चिरते हुए मैं आगे बढ़ रही और मुझे दूरदर्शन का एक विज्ञापन याद रहा था कि भारत में स्टेशनों पर यात्रा करने वाले कम और उन्हें छोड़ने आने वाले ज़्यादा होते हैं. അപ്പം ഞാൻ ഈ മിൽക്ക് കേക്ക് വാങ്ങാൻ വേണ്ടി ദൂരേക്ക് പോയി. അവിടെ നിന്ന് ഈ തിരക്കുള്ള ഇല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഞാൻ കഷ്ടപ്പെട്ട് മുന്നിലോട്ട് നടന്നു, ഇല്ലെങ്കിൽ കേക്ക് വാങ്ങാൻ നിന്നു. അപ്പോഴത്തേനും ട്രെയിനിൻ്റെ ഒരു വിസിൽ, ട്രെയിൻ മൂവ് ആവുന്നതിൻ്റെ മുന്നുള്ള ഒരു വിസിൽ ഞാൻ കേട്ടു. എൻ്റെ കൈയും കാലുമൊക്കെ തളർന്നു പോയി. കാരണം ട്രെയിനിൻ്റെ ബോഗി എന്ന് പറയുന്നത് ഏറ്റവും ഇവർ കയറിയിരിക്കുന്ന ബോഗി ഭയങ്കര പുറകിലാണ്. പക്ഷെ ഞാൻ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് മുന്നോട്ടേക്ക് വേഗത്തിൽ പാഞ്ഞു പോയി. പക്ഷേ അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ദൂരദർശനിൽ കേട്ടിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു ടെലിവിഷനിൽ കേട്ടിട്ടുള്ള ഒരു വിജ്ഞാപനം, ഒരു അഡ്വർടൈസ്മെൻ്റാണ്. കാരണം റെയിൽവേ സ്റ്റേഷനുകൾ, ഭാരതമേ സ്റ്റേഷനോ ഇന്ത്യയിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരെക്കാളും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാർ കുറവും, അതുപോലെ അവരെ കൂട്ടാനും അതുപോലെ തന്നെ അവരെ യാത്രയാക്കാനും വരുന്ന ആൾക്കാരാണ് കൂടുതൽ എന്ന് ഞാനൊരു ടെലിവിഷനിൽ കേട്ടിരുന്നു. അപ്പോൾ അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ലേഖികയ്ക്ക് ആ ഒരു അഡ്വർടൈസ്മെൻ്റാണ് ഓർമ്മ വരുന്നത്. उसी क्षणांश में ही मुझे लग रहा था कि मैं चल ही नहीं पा रही, अपना डिब्बा मुझे दिखाई नहीं दे रहा कि अचानक छोटे लड़के की चीख ने ध्यान दिलाया कि मैं डिब्बे के एकदम पास हूँ. आंटी, അങ്ങനെ ഈ ലേഡിക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല. അവളിങ്ങനെ തളർന്നു പോയി. അവരിങ്ങനെ എന്താ പറയുക, ചലാഹി നെഹി പാരഹി, അവർക്ക് ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല എന്ന സിറ്റുവേഷനായി. ഇവർക്ക് ഇവരുടെ ബോഗി ഏതാണെന്ന് തന്നെ മറന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആ ഒരു ചെറിയ കുട്ടി നിലവിളിക്കുന്നത്. ഡിബ്ബേൻ്റെ അടുത്ത് നിന്നിട്ട് ആൻറ്റി എന്ന് ഭയങ്കര ഒച്ചത്തിൽ വിളിക്കുകയാണ്. അപ്പോഴാണ് ഇവർക്ക് ബോഗി മനസ്സിലാവുന്നത്. दरवाजे के पास भीड़ थी, मेरे पीछे भीड़ थी. मैंने किसी तरह दरवाजे का हैंडल पकड़ा और पैर बढ़ाया कि ताकि ट्रेन थोड़ा तेज रेंगने लगी. मैं बुरी तरह से प्लेटफॉर्म पर गिर पड़ी. पैर ज़्यादा बढ़ गया होता तो दरवाजे पर पटरियों के बीच घिसट रही थी. गिरते गिरते मुझे छोटे लड़के की चीख सुनाई दी थी. उसके बाद मुझ पर झुकी भीड़ एक बांवर की तरह घूमती नजर आई और फिर कुछ कहीं ഗബഡ് സേ ഡൂബ് ഗയ. അങ്ങനെ ഈ കുട്ടി ഡിബ്ബയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഈ ലേഡി വേഗം അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ ഇവരുടെ പുറകിലും അതുപോലെ തന്നെ ആ വാതിലിൻ്റെ അടുത്തും ഡിബ്ബേൻ്റെ ആ വാതിലിൻ്റെ അടുത്തുമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ ആ വാതിലിൻ്റെ ഹാൻഡിലിൽ, ട്രെയിനിൽ ആ ബോഗിയിൽ കയറുന്ന ആ ഹാൻഡിലിൽ പിടിച്ചു. ആ പിടിക്കുന്ന സമയത്ത് തന്നെ ട്രെയിന് കുറച്ച് സ്പീഡിൽ മൂവ് ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ മൂവ് ആയതും അത് റെങ്കിനിലേക്ക് എന്ന് വെച്ചാൽ കുറച്ച് സ്പീഡിൽ എഴയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ വീണു പോയി. അങ്ങനെ
അങ്ങനെ അവിടെ വീണു. പക്ഷെ എൻ്റെ വേഗത കുറച്ച് കൂടിയിരുന്നെങ്കിൽ, ഞാൻ കുറച്ച് സ്പീഡിലാണ് കയറിയിരുന്നെങ്കിൽ ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ വീണേനെ. ട്രെയിനിൻ്റെ ആ ഒരു പട്ടറിയിൽ വീണ് പോയേനെ എന്ന് പറയാണ്. പക്ഷെ അങ്ങനെ ഞാൻ വീഴുമ്പോൾ ആ ചെറിയ കുട്ടീൻ്റെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ തിരക്കിൻ്റെ ഒരു ഒരു മൂളൽ, എല്ലാ ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു മൂളൽ കേൾക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞാൻ എന്തിലോ ഇങ്ങനെ മയങ്ങിപ്പോയി, വീണുപോയി അവർ. പിന്നെ അവർക്ക് കുച്ച് കഹി കബഡ് സെ ഡൂബ് ഗയ, പിന്നെ എന്തൊക്കെയോ ഒരു മന്ദപ്പിൽ വീണുപോയി അവർ. ठंडे पानी की तेज छपाक से मैंने अपने चेतन का जोर ढूंढा और अवचेतन की सीढ़ियाँ फांदी। होश में आने की जल्दी में मैं उस आघात की पारस्पर्श झील के नीचे से मुट्ठियाँ बांध बांध कर चीख रही थी, जो कि अस्पष्ट गोंगों में ബദൽത്തി ജാ രഹി തി. പിന്നെ അങ്ങനെ തണുത്ത വെള്ളം എൻ്റെ മുഖത്ത് സ്പ്രെഡ് ആയപ്പോഴാണ് ഞാൻ കുറച്ച് എഴുന്നേൽക്കുന്നത്. എന്താ പറയുക, അവിടെ ഒരു ബോധം വന്നത്. ആ സമയത്ത് എനിക്ക് പറ്റിയ പരിക്ക്, ആഘാതക്ക്, അതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ നിലവിളിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ആൾക്കാരൊക്കെ അവിടെ ചുറ്റും കൂടിയിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ എന്താണ് അസ്പഷ്ടമായിട്ടുള്ള, വ്യക്തമല്ലാത്ത ഒരു ഘോം ബദൽത്തി ജാ രഹി തി. ആ ഒരു ഘോം എന്നുള്ള സൗണ്ടിൽ മാത്രമായിട്ട് മാറിപ്പോവുകയാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. आखिरकार मेरे पैरों से वह झिल्ली फटी। गर्मी और उमस से भरे रेलवे के रिटायरिंग रूम में मैं बदहवास सी चारों तरफ देख रही थी. आंटी आर यू ओके? टॉक शी ओपन हर आइज. छोटा लड़का मेरे चेहरे से सटा फर्श पर हड़बड़ाया सा बैठा था. उसकी आवाज़ में एक नेह भरी उष्म की तरतराहट थी. അങ്ങനെ അവിടെ ഞാൻ റെസ്റ്റ് റൂമിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് കണ്ണ് പതുക്കെ തുറക്കുമ്പോഴത്തേനും ഒരു സൗണ്ട് കേട്ടു. ആൻറ്റി ആർ യു ഓക്കെ എന്ന് കേട്ടു. ആ ഒരു ചെറിയ കുട്ടീൻ്റെ മുഖമാണ് എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അവൻ്റെ ആ ഒരു സ്നേഹം നിറഞ്ഞ ശബ്ദം എനിക്ക് ഭയങ്കര, ആ ഒരു ചൂടത്ത് ഭയങ്കര തണുപ്പായിരുന്നു. कैसी है आप? एक अजनबी रेलवे के डॉक्टर ने झुकाकर पूछा. चिंता की कोई बात नहीं. ये एंग्जियस नहीं होता तो इसका और खुद का शुक्रिया अदा करें. गनीमत है कि कोई सीरियस इंजरी नहीं हुई. पुराना खाया पिया काम आ गया. हंसकर डॉक्टर ने मेरे हवास दुरुस्त करने की कोशिश की. അപ്പോൾ ഒരു റെയിൽവേ ഡോക്ടർ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്, കൈസി ഹേ ആപ്പ്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ആക്ച്വലി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട. ഈ യങ്സ്റ്റേഴ്സ് ഇവരില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടി പോയേനെ എന്ന് പറയാണ്. എന്നിട്ട് ഇവരുടെ അടുത്ത് നന്ദി പറയും, ഇവരാണ് നിങ്ങളെ കറക്റ്റ് സമയത്ത് രക്ഷിച്ചത് എന്ന് പറയാണ്. ഇവരുള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ പറയത്തക്ക സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഇല്ല എന്നും പറയാണ്. എന്നിട്ട് പറയാണ്, പുരാണ ഖയ പിയ ഖാം ആ ഗയ. പഴയത് എന്തൊക്കെയോ കഴിച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ കഴിക്കാതിരുന്നതിൻ്റെ പ്രശ്നമാണ് എന്ന് ഡോക്ടർ ചിരിച്ചിട്ട് പറയാണ്. ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയാണ്. ബസ് അബി ആംബുലൻസ് ആത്തി ഹോങ്കി. ഇപ്പം എന്താണ്, ആംബുലൻസ് വന്നോളും എന്ന് പറയാണ്. मैंने थोड़ा उठना चाहा तो वह लड़की आगे आ गई. अपनी बाह का सहारा लिए मैंने देखा उसकी शर्ट का बड़ा हिस्सा खून से तर था. मैंने दाई बाह की तरफ पीड़ा महसूस की. जुआ तो वहाँ एक गीला स्कार्फ बांधा था. वह बड़े लड़की का था. दोनों घुटनों पर 2 रुमाल बांधे थी. പിന്നെ ഞാൻ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ സമയത്ത് വേഗം ആ ഒരു പെൺകുട്ടി വന്നിട്ട് എന്നെ അവളുടെ 2 കൈയും കൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇരുത്തി. അപ്പോൾ ആ സമയത്ത് അവളുടെ ഷർട്ടിൽ മുഴുവൻ ബ്ലഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വല്ലാത്തൊരു വേദന തോന്നി. എൻ്റെ വലത് മുട്ടിൽ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ എന്താണ്, ഒരു ആൺകുട്ടി, അവരുടെ മൂത്ത കുട്ടി, 3 പേരിൽ മൂത്തവനും അവിടെ ഉണ്ടായിരുന്നു. ആ മുട്ടിൽ വേദന അനുഭവിച്ചപ്പോൾ അവിടെ കാലിലേക്ക് നോക്കിയപ്പോൾ എന്താണ്, മുട്ടിൽ നോക്കിയപ്പോൾ ആൺകുട്ടീൻ്റെ ഒരു സ്കാർഫ് ഉണ്ടായിരുന്നു, അത് അവിടെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു.
അതുപോലെ दोनों घुटनों पर दो रुमाल बांध देते, രണ്ട് കാൽമുട്ടിലും റുമാൽ എന്ന് വെച്ചാൽ ഹാൻഡ് കർച്ചീഫ് അത് കെട്ടിയിട്ടുണ്ടായിരുന്നു. इतने में बड़ा लड़का पसीने में थर बथर हाथ में दवाओं पट्टियों का बंडल लेकर आ पहुंचा. അതുമാത്രമല്ല ആ കുട്ടി എന്താണ് വിയർപ്പിൽ ഇങ്ങനെ പസീന എന്ന് വെച്ചാൽ വിയർപ്പിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയായിരുന്നു. ആ രണ്ട് കയ്യിലും ഒരുപാട് മരുന്നും അതുപോലെ ബോട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു. डोंट गेट अप, यू आर स्टिल ब्लीडिंग. बड़े लड़के ने मेरी चोट पर स्कार्फ दबाते हुए कहा, टेक फर्स्ट गिव हर ഡിസ്റ്റൻസ് ഇഞ്ചെക്ഷൻ. അപ്പോൾ എണീക്കണ്ട, നിങ്ങൾക്ക് ഇപ്പോഴും ബ്ലീഡിങ് ഉണ്ട്, അതുകൊണ്ട് മിണ്ടാതെ കിടന്നോളൂ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഞ്ചെക്ഷൻ തരുമെന്ന് വലിയ ആൺകുട്ടി പറയാണ്. യങ് മാൻ ഡോണ്ട് ടീച്ച് മീ മൈ ഡ്യൂട്ടീസ്. ഡോക്ടർ ने हंसकर कहा और इंजेक्शन तैयार करने लगा. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയാൻ, ഡോക്ടർ ഇവർക്ക് ഫസ്റ്റ് ഇഞ്ചെക്ഷൻ കൊടുക്കൂ എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ ചിരിച്ചിട്ട് പറയാണ്, അത് എൻ്റെ ഡ്യൂട്ടി, നീ എന്നെ പഠിപ്പിക്കണ്ട എന്ന് ഡോക്ടർ പറയാണ്. मैंने देखा डॉक्टर छोटे कद का काला सा अनकट अंकुश वाला व्यक्ति था, शायद मुसलमान, इसलिए बार बार खुदा का शुक्र किए जा रहा था. एम्बुलेंस में मैंने हिम्मत करने लड़की से पूछ ही लिया. എന്നിട്ട് അപ്പോൾ ഈ ഡോക്ടർ ചിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഡോക്ടർ ഒരു ചെറിയൊരു മനുഷ്യനാണ്, ചെറിയൊരു വ്യക്തിയാണ്. അവരെന്താണ്, ഒരു കറുത്ത് ചെറിയ ഒരു മനുഷ്യൻ, ചെറിയ ശരീരമുള്ള ആളാണ്. കാണുമ്പോൾ ഒരു മുസൽമാനെ പോലെ ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പടച്ചവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മുസൽമാനാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. പിന്നെ ആംബുലൻസ് में मैंने हिम्मत करके लड़की से पूछ ही लिया. Oh God, आंटी, that scene was horrible. एक घंटा भी नहीं हुआ कि अभी तो आप तो बहुत बुरा गिरा था प्ലാറ്റ്ഫോം पर. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ആംബുലൻസിൽ കയറിയപ്പോൾ ഭയങ്കര ധൈര്യത്തോടു കൂടി ആ കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു, പെൺകുട്ടീൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവൾ പറയാണ്, ഓ ആൻറ്റി, ദാറ്റ് സീൻ വാസ് ഹൊറിബിൾ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സീനായിരുന്നു. കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വീണ് പോയി. ഹാത്ത് ഛുട്ട് ഗയാ ഹാൻഡിലിനെ വർണ്ണ ട്രെയിൻ കെ സാത്ത് ലഡ്കത്താ ജാത്ത. നിങ്ങൾ ഹാൻഡിൽ പിടിച്ചിട്ട് ട്രെയിനിൻ്റെ കൂടെ തന്നെ കുറച്ച് നേരം മൂവ് ചെയ്തതിന് ശേഷമാണ് വീണ് പോയത്. वो जो मेरा ഫിയാൻസി है ना റോസർ, उसने चेन पुल किया. അപ്പോൾ എൻ്റെ ഫിയാൻസി ഉണ്ടല്ലോ, അവളുടെ കൂടെ വന്നിട്ടുള്ള ആ വലിയ കുട്ടി ഉണ്ടല്ലോ, അവനെ പറയാണ്, ആ ഫിയാൻസി ഉണ്ടല്ലോ റോസർ, അവനാണ് ആൻറ്റി വീണപ്പോൾ വേഗം ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തിയത്. फिर हम तीनों सब भाग लेकर उतरा. आपको पास पंजा ही नहीं सकने का था. सब आदमी लोगों ने कवर कर रखा था. तब मेरा भाई चिल्लाकर सबको दूर भाग आया और आपको रिटायरिंग रूम में लाया. रोसर स्टेशन मास्टर के रूम में रश करके भागा. तब डॉक्टर आया. और അപ്പോൾ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വീണു, ട്രെയിനിൽ ആ ഒരു ഹാൻഡിലിൽ പിടിച്ചിട്ട് കുറച്ച് നേരം മൂവായി. എന്നിട്ട് എൻ്റെ ഫിയാൻസി ആയിട്ടുള്ള റോസറാണ് ചെയിൻ പുൾ ചെയ്തിട്ട് ട്രെയിൻ നിർത്തിയത്. അതിനുശേഷം ഒരുപാട് ആൾക്കാർ കൂടി. അപ്പോൾ എല്ലാവരും എൻ്റെ അനിയനാണ് അവിടുന്ന് മാറ്റി വിട്ടത്. അങ്ങനെ റോസർ വേഗം സ്റ്റേഷൻ മാസ്റ്ററിനെ കാണുകയും വേഗം ഒരു ഡോക്ടർ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ എത്തിയത് എന്ന് പറയാണ്. തും തീനോനെ മേരെ ലിയേ. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ പറയുന്നുണ്ട്, ഞങ്ങൾ 3 പേരും ആൻറ്റി വീണപ്പോൾ ഞങ്ങളുടെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തും തീനോനെ മേരെ ലിയേ ട്രെയിൻ ഛോഡ് ദി. നിങ്ങൾ 3 പേരും എനിക്ക് വേണ്ടിയിട്ടാണോ ട്രെയിൻ വിട്ടത് എന്ന് ചോദിക്കുകയാണ്. हाँ वही तो ज़रूरी था ना, आपको इन स्टूपिड लोगों के बीच छोड़ना नहीं था ना. तमाशा करके रखा था ना आपका, कोई उड़ा नहीं रहा था. അപ്പോൾ അതല്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ വിട്ടതല്ലല്ലോ കാര്യം. ഇപ്പോൾ നിങ്ങളുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം. കാരണം ഇവിടെയുള്ള ആ സ്റ്റുപ്പിഡ് ആൾക്കാർ നിങ്ങൾ വട്ടം കൂടി നിന്ന് നോക്കുകയല്ലാതെ ആരും തന്നെ ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഞങ്ങൾ വിട്ടു പോകും, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്ന് പറയാണ്. वो डॉक्टर जो ट्रेन में था वो ब्लडी सोशलिस्ट सेल्फिश फेलो, वह चुपका था. He wife scolded him not to come with us and he stayed back. We literally prayed to him, but he told I can't go down.
ഐ ഹാവ് ടു റീച്ച് ടുഡേ. അപ്പോൾ ഈ ലേഡി ചോദിക്കുകയാണ്, നമ്മുടെ ട്രെയിനിൽ നമ്മുടെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയാണ്, അവർ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവരെ വിട്ടിട്ട് പോയി, ഞങ്ങൾ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് പ്രേ ചെയ്ത് പറഞ്ഞിരുന്നു ഒന്ന് നോക്കിയിട്ട് പോവാന്ന്. പക്ഷെ അവരുടെ വൈഫുണ്ടല്ലോ, അവർ പറഞ്ഞ് സ്കോൾഡ് ഹിം, അവരെ ചീത്ത വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറയാണ് നോട്ട് ടു കം വിത്ത് അസ് ആൻഡ് ഹീ സ്റ്റേഡ് ബാക്ക്. ഞങ്ങളുടെ കൂടെ വരണ്ടെന്ന് ആ ലേഡി അവരുടെ അടുത്ത്, ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി. വാട്ട് ഹി ടോൾഡ് ഐ കാണ്ട് ഗോ ഡൗൺ. അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഐ ഹാവ് ടു റീച്ച് ടുഡേ, എനിക്ക് ഇന്ന് തന്നെ അവിടെ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതെ പോവുകയാണ് ചെയ്തത്. ലീവ് നക്കീത് होते हैं आंटी सेल्फिश लोग भी, हमको हमारा मम्मी बोला इंसान का सेवा ही यीशु का सेवा है, आप बताओ ना आपकी जगह हम होते तो आप नहीं रुकते क्या हमारे लिए. അപ്പോൾ ഒരാൾ പറയാൻ ലീവ് നക്കീത്ത്, വിട്ടേക്ക് കീത്ത്. അതൊക്കെ അങ്ങനെ ഉണ്ടാവും, കുറേ ആൾക്കാർ സെൽഫിഷായിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇൻസാൻ കാ സേവ ഹി യീശു കാ സേവ, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ മാനവ സേവ മാധവ സേവ എന്ന് പറയുന്നത്. അതായത് ഇവരുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാരെ സേവിക്കുന്നതാണ് യേശുവിനെ, ജീസസിനെ സേവിക്കുന്നത് പോലെ തന്നെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് ഞങ്ങളുടെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആൻറ്റി പറയും, ആൻറ്റീൻ്റെ സ്ഥാനത്ത് ഞങ്ങളാ വീണത് എന്നുണ്ടെങ്കിൽ ആൻറ്റി ആണെങ്കിലും നിൽക്കൂലേ എന്ന് ചോദിക്കുകയാണ്. मैंने सोच में पड़ गई थी, मैं क्या करती, मैं उधरती किसी घायल के लिए, इस उम्र सूचे हुए पैरों के साथ मैं किसी घायल के लिए मैं क्या कर सकती थी, ये तो जवान है, प्रौढ़ावस्था का बहाना घटा हो जाता. അവരാലോചിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, എനിക്കിങ്ങനെ മുറിവ് പറ്റാൻ വേണ്ടിയിട്ടാണോ ട്രെയിനിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവരാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഏതോ ജവാൻ ഹേ, ഇവരിപ്പോൾ നിന്നോ ഇല്ലെങ്കിൽ കാര്യങ്ങൾ നോക്കിയത്, കാരണം ഇവർ യങ്സ്റ്റേഴ്സാണ്, പക്ഷെ എന്നെക്കൊണ്ട് അത് പറ്റൂലല്ലോ എന്നൊക്കെ അവരാലോചിക്കുകയാണ്. പ്രശ്ന വഹി താ ബച്പൻ में पढ़ी कहानी मनुष्य भेड़ और भेड़िया में से मैं क्या बनती, भेड़िया तो नहीं इंसान बनने की हिम्मत जुटा पाती या कि शायद उस डॉक्टर की तरह जलती गंतव्य पर पहुंचने की चाह में आंखें मूंद बैंड बनकर आगे बढ़ जाती. लड़की बिल्कुल मेरे करीब थी, उसका गूंज ने शनाशट उसके हाथों में था. बड़ा लड़का आगे डॉक्टर के पास बैठा जयपुर जाने वाली ट्रेन के बारे में बता रहा था. അതിൻ്റെ ഇവരുടെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയാണ്, ഞാനൊരു മഞ്ചസ്ത്രീ തന്നെയാണോ, ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഇവരുടെ അടുത്ത് പെരുമാറുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെറുപ്പത്തിൽ പഠിച്ചൊരു കഥേനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ഈ പെൺകുട്ടി ഇവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവളുടെ കയ്യിൽ അവളുടെ ഈ ലേഡീൻ്റെ രക്തം നിറഞ്ഞ ഷർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ മുന്നിൽ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ജയ്പൂർക്ക് പോകുന്ന ട്രെയിനിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ വി വോണ്ട് ലീവ് ഹെർ അലോൺ. അപ്പോൾ ഇല്ല ഞങ്ങൾക്ക് അവരെ വിട്ടിട്ട് ഒറ്റയ്ക്ക് അവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. പ്ലീസ് കംപ്ലീറ്റ് ഓൺ ഫോർമാലിറ്റീസ് ആൻഡ് ഗീവ് ഹെർ പ്രോപ്പർ മെഡിക്കേഷൻ. വി ഹാവ് ടു ലീവ് ദിസ് പ്ലേസ് ടുഡേ ഓൺലി. ഡോണ്ട് വറി, വി വിൽ ടേക്ക് കെയർ ഓഫ് ഹെർ. അപ്പോൾ അവർക്കുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തോളൂ, ഞങ്ങൾ അവരെ വിട്ടിട്ട് എവിടേക്കും പോകുന്നില്ല. വി വിൽ ടേക്ക് കെയർ ഓഫ് ഹർ, ഞങ്ങൾ അവരെ നോക്കിക്കോളാം എന്ന് പറയാണ്. നോ വി വാണ്ട് ടു ലീവ് ഫോർ ജയ്പൂർ ആൻഡ് early as possible. Don't after we have further reservation also. അപ്പോൾ നോ ഞങ്ങൾക്ക് എന്താണ് ഇന്ന് ജയ്പൂരിലേക്ക് പോയാൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് അവിടെ നേരത്തെ എത്തിയാൽ എത്രയും പെട്ടെന്ന് എത്തുന്നോ അത്രയും പെട്ടെന്ന് എത്തിയാൽ നല്ലത്. ഡേ ആഫ്റ്റർ വി ഹാവ് ഫർദർ റിസർവേഷൻ ആൾസോ. അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ റിസർവേഷൻ എടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഇവർ ഓരോ കാര്യങ്ങൾ ട്രെയിനിൽ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരെ അഡ്മിറ്റ് ചെയ്തല്ലോ, ഈ ഡോക്ടർ നോക്കിയല്ലോ, അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ പറയുകയാണ്. താങ്ക്സ് ഡോക്ടർ.
हम रेलवे के अस्पताल पहुंच गए थे। डॉक्टर रशीद ने उनका ये नाम मैंने उनके कोट पर लोगों നെയിം ടാഗ് पर पढ़ा था। क्या करूँ ये उत्सुकता जन्मजात है. അപ്പോൾ റെയിൽവേൻ്റെ ആശുപത്രിയിലെത്തി. ഡോക്ടർ റഷീദ് എന്നിട്ട് പറയാണ്, ഞാൻ അവരുടെ പേര് അവരുടെ കോട്ടിൻ്റെ മേലുള്ള നെയിം ടേബിൾ നോക്കിയായിരുന്നു. എന്നിട്ട് പറയാണ്, എന്ത് പറയാനാണ്, ഇത് ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ ഒരു ക്യൂരിയോസിറ്റിയാണ്. ആൾക്കാർ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. എന്താ പേര്, മുസൽമാനാണോ ഹിന്ദു ആണോ എന്നൊക്കെ ഉള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിനെ കുറിച്ച് പറയാണ്. മർഹം पट्टी कर दी थी. 2 एक्सरे भी हुए पर डॉक्टर रशीद के अनुसार खुदा के फजल से सब कुछ ठीक था. കുറച്ച് ചികിത്സ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. മീൻസ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു, എക്സ്റേ ചെയ്തു. റഷീദ് പറയുന്ന പോലെയാണെങ്കിൽ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ശരിയായി. अब हम 3 बजे की ट्रेन पकड़ सकते थे. ഇപ്പം ഞങ്ങൾക്ക് 3 മണിക്കുള്ള ട്രെയിൻ പിടിക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ 3 മണിയുടെ ട്രെയിനിൽ പോകാൻ പറ്റും. उन युवा और नेक फरिश्तों ने मुझे पूरी तरह से संभाल रखा था. उन्हें अपने आगे के कार्यक्रम से ज़्यादा मेरी चिंता थी. ആ 3 കുട്ടികളും എന്നെ നന്നായിട്ട് നോക്കി. അവരുടെ മുന്നോട്ടുള്ള യാത്രേനെക്കാട്ടിലും അവർ എന്നെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത്. തീനോം കെ കപ്പടെ മേരി വജ സെ ഖൂൻ സെ സൻ ഗയേ തി. ഞാൻ കാരണം അവരുടെ 3 പേരുടെ ഡ്രസ്സ് രക്തത്തിൽ കുളിച്ചു. ഉन्होंने अपने सामान के साथ साथ मेरा सामान संभाल रखा था. मैंने पास पड़ी मेज़ पर देखा, वहाँ मेरे पर्स के पास दोनों मिठाई के डिब्बे रखे थे. അവരുടെ സാധനങ്ങൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സാധനങ്ങളും നന്നായിട്ട് കൊണ്ട് നടക്കുകയായിരുന്നു. ഞാനിങ്ങനെ മേശയിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് അവിടെ എൻ്റെ പേഴ്സിൻ്റെ അടുത്ത് തന്നെ മിഠായിൻ്റെ സ്വീറ്റ്സിൻ്റെ 2 ഡിബ്ബ 2 ബോക്സുകളും ഇരിക്കുന്നുണ്ടായിരുന്നു. ഒന്നുപോലും അവർ തൊട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. തൻ ताज़ा साफ करके पट्टी किए गए 4-5 बड़े और कई छोटे टीस थे. जख्मों और मन आपस में उछलते तरह तरह के विचारों से तक गया था. എൻ്റെ ശരീരത്തിൽ പറ്റിയ 2-3 മുറിവുകളും അതുപോലെ തന്നെ മനസ്സിലുള്ള ആ ഒരു വിചാരങ്ങളും എല്ലാം കൂടെ ഞാൻ ക്ഷീണിച്ചു പോയി എന്ന് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേഡി അവരെ കുറിച്ച് വിചാരിച്ചിരുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമല്ലേ. എന്ത് ന്യൂ ജനറേഷൻ പിള്ളേരാണ്, ഒരു മാനേഴ്സ് ഇല്ല, കൾച്ചറില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു എന്നുള്ളൊരു വേദനയും ശരീരത്തിൻ്റെ വേദനയും ആ ലേഡിക്ക് അനുഭവപ്പെട്ടു. ക്ഷീണിച്ചു പോയി. मैंने अस्पताल के बिस्तर पर लेटे लेटे आंखें बंद कर ली. वो तीनों डॉक्टर के पीछे पीछे अपने कपड़े बदलने चले गए. ഞാൻ ആ ആശുപത്രി കട്ടിലയിൽ ബെഡിൽ കിടന്നിട്ട് മെല്ലെ എൻ്റെ കണ്ണുകൾ അടച്ചു. ആ 3 കുട്ടികളും ഡോക്ടറിൻ്റെ പുറകെ പോവാണ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്. दोपहर 3 बजे की ट्रेन में हम चारों फिर से बैठे थे. स्टेशन मास्टर ने हम पर एक एहसान किया था. इस ट्रेन में एसी कंपार्टमेंट में खूबे दिलावा दिया था. डॉक्टर रशीद घर से बिरयानी का लंच पैक करवा कर पकड़ा गया थे. अपने ख्याल रखिएगा बहन जी जुमले के साथ. എന്നിട്ട് 3 മണീൻ്റെ ട്രെയിനിൽ ഞങ്ങൾ 4 പേരും പോകാൻ റെഡിയായി. ഞങ്ങൾ ഇരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ട് ഞങ്ങൾക്ക് AC കമ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളെ കൂട്ടിയിട്ട് പോയി. ഡോക്ടർ റഷീദാണെങ്കിൽ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ബിരിയാണി ലഞ്ച് പാക്ക് ചെയ്തിട്ട് അതും പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ടേക്ക് കെയർ സിസ്റ്റർ, ടേക്ക് കെയർ എന്ന് പറഞ്ഞു. വൗ ദിസ് ഈസ് മൈ ഫസ്റ്റ് ചാൻസ് എവൻ സിറ്റിംഗ് ഇൻ AC കമ്പാർട്ട്മെൻറ്റ് ചുട്ക ബഹുത് കുഷ്ത. എന്നിട്ട് അപ്പോൾ ചെറിയ കുട്ടി പറയണ, ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ AC കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നത്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്ന് പറയാണ്. ഉസ്നെ അപ്ന വാക്മാൻ നിക്കാൽ അവർ ലോ വോല്യൂം മേ ഷക്കീര സുന്നേ ലഗ. എന്നിട്ട് അവൻ്റെ വാക്മാൻ എടുത്തിട്ട് ചെറിയ വോള്യത്തിൽ പാട്ട് കേൾക്കാൻ തുടങ്ങി. കീത്ത് പ്ലീസ് റേസ് ദ വോളിയം, ലെറ്റ് മീ ഓൾസോ ലിസൺ എ മെയിൻ തീം. എന്നിട്ട് ഞാൻ പറഞ്ഞു കീത്ത്, ആ ചെറിയ കുട്ടീൻ്റെ പേര് കീത്താണ്. കീത്ത് പ്ലീസ് റേസ് ദ വോളിയം, മോനെ സൗണ്ട് കൂട്ട്, ലെറ്റ് മീ ആൾസോ ലിസൺ, എനിക്കും കൂടെ അത് കേൾക്കണം എന്ന് ഞാൻ പറഞ്ഞു. वो दोनों युवा प्रणयी फिर एक दूसरे में मग्न थे. लिसा रोसर की उंगलियों को गिटार पर फिसलते देख रही थी. ആ 2 യുവ പ്രണയിനികൾ പരസ്പരം മീൻസ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്, ലയിച്ചിരിക്കുകയാണ്. ലിസയും റോസറും അവരുടെ വിരലുകൾ പരസ്പരം കോർത്ത് ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫിസലത്തെ ദേഖ് രഹി തി. അപ്പോൾ ഇപ്പോൾ ലേഖിക്ക് കുഴപ്പമില്ല,
ആ കുട്ടി ഒച്ചത്തിൽ പാട്ട് കേൾക്കുന്നതും ഇവർ ചേർന്നിരുന്ന് ഗിറ്റാർ വായിക്കുന്നതും ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മൾ നോക്കുന്ന കാഴ്ചപ്പാടിലാണ് വ്യത്യാസം അല്ലേ. ഇതിപ്പോൾ നമ്മുടെ ആണെന്ന് വിചാരിച്ചിട്ട് നോക്കിയാൽ നമുക്ക് അവർ ചെയ്യുന്നതൊന്നും നമുക്ക് പ്രിയപ്പെട്ടവരൊന്നും തെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയില്ല. പക്ഷെ പുറത്തിറങ്ങിക്കഴിഞ്ഞ് നമുക്കറിയാത്തൊരാൾ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഭയങ്കര ഇതുപോലുള്ളൊരു വിചാരമാണ് അല്ലേ. എന്ത് ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നമ്മളൊരാളെ കണ്ട പാടെ അവരെ സ്വഭാവത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ അവരറിയാതെ നമ്മൾ അവരെ ക്രിറ്റിസിസം ചെയ്യുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആപത്തിൽ സഹായിക്കാൻ ആരാ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ലേഡീൻ്റെ അടുത്ത് ഓൾറെഡി ആ ഡോക്ടറും അതുപോലെ തന്നെ ആ ഒരു ടീച്ചറും ഭയങ്കര കമ്പനി ആയിരുന്നു. പക്ഷെ അവർക്കൊരു ആപത്ത് വന്നപ്പോൾ ഈ കുട്ടികളെ ഇവരെ സഹായിച്ചുള്ളൂ അല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്കാണ് ആപത്തെന്നുണ്ടെങ്കിൽ മേ ബി ഈ ലേഖികയൊന്നും അവിടെ ഉണ്ടാവില്ല. അവരവരുടെ കാര്യം നോക്കിയിട്ട് പോയിട്ടുണ്ടാവും. കാരണം ഇവരിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ എന്നുള്ള രീതിക്ക്. അപ്പോൾ പക്ഷെ അവിടെ ആ കുട്ടീൻ്റെ ഫിയാൻസിയാണത്, കുട്ടീൻ്റെ അനിയനാണത്. അവർ വീട്ടുകാരുടെ സമ്മതപ്രകാരമാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരാളുടെ ഡ്രസ്സും അവരുടെ ഹെയർ സ്റ്റൈലും അവരുടെ രീതികളുമൊക്കെ കണ്ടിട്ട് നമ്മൾ അവരെ ഭയങ്കര മോശമായിട്ടും അതുപോലെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ളൊക്കെ വന്നാൽ ഭയങ്കര മാന്യനായിട്ടൊക്കെ കണക്കാക്കും. അപ്പോൾ ആ ഒരു ഡോക്ടർ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ കൂടെയുള്ളതൊരു ടീച്ചറാണ്. പക്ഷേ ഒരു മനുഷ്യനെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈ ബിഗഡേൽ വെച്ച് എന്നുള്ള കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ഡ്രസ്സിങ് രീതിയും ഇല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടിട്ട് നമ്മൾ അവരെ ഇന്നതാണ് എന്ന് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കണക്കാക്കാനൊന്നും ആയിട്ടില്ല. അവരെ മനസ്സിലാക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഒരാളുടെ ഡ്രസ്സിങ്ങിലും ഹെയർ സ്റ്റൈലും ഒന്നും കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെ അടുത്തറിയാതെ നമ്മൾ അവരെ കുറ്റം പറയാതിരിക്കുക. കാരണം നമ്മളെ സഹായിക്കാൻ ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾക്കോ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ ആപത്തിൽ സഹായിക്കുന്നത്. അപ്പോൾ ബിഗഡേൽ ബച്ചെ എന്ന് പറയുന്ന കഥയിൽ ന്യൂ ജനറേഷൻ പിള്ളേർ ഭയങ്കര മോശമാണ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷന് ഉള്ള ആറ്റിറ്റ്യൂഡിനെ മാറ്റി പറയിപ്പിക്കുന്നൊരു കഥയാണ് കേട്ടോ. അപ്പോൾ മാനുഷിക മൂല്യങ്ങൾ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് മാറുന്നതല്ല. പണ്ടത്തെ ജനറേഷനിൽ മാനുഷിക മൂല്യങ്ങളില്ലാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിൽ പിള്ളേർക്കും മാനുഷിക മൂല്യങ്ങൾ, ദയ, സ്നേഹം, കെയറിങ് ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർക്കും ഉണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ആളെ വെച്ചിട്ട് നമ്മൾ ഓൾ വേൾഡിനെ ഒരിക്കലും അങ്ങനെ ആണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കാതിരിക്കുക. അപ്പം അതാണ് ഈ ബിഗഡേൽ ബച്ചെ എന്നുള്ള കഥയിലൂടെ മനീഷ കുൽശ്രേഷ്ഠ് പറയാൻ ഉദ്ദേശിക്കുന്നത്.